ജൂലൈ 19 വെള്ളിയാഴ്ച. മത്തായി 12 1 മുതൽ 8 വരെ വാക്യങ്ങൾ. വർത്തമാനകാല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങളെയും പാരമ്പര്യങ്ങളെയും യേശു എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും ഒരു സാബത്ത് ദിവസം ധാന്യവയലിലൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നു. ഒന്നും ആലോചിക്കാതെ അവർ ധാന്യം പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ടപ്പോൾ ഉടനെ യേശുവിനെ സമീപിച്ച് അവൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തി നിയമവിരുദ്ധമാണെന്ന് അവനോട് പറഞ്ഞു. നിയമസാധുതയുമായി ബന്ധപ്പെട്ട് തൻ്റെ എതിരാളികൾ സമീപിച്ചപ്പോൾ യേശു ദാവീദ് രാജാവും പുരോഹിതന്മാരും ഇതേ നിയമം ലംഘിച്ചതും എന്നാൽ നിരപരാധികളായി കണക്കാക്കപ്പെട്ടതും എങ്ങനെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താൻ സാബത്തിൻ്റെ കർത്താവാണെന്നും ത്യാഗത്തെക്കാൾ അല്ലെങ്കിൽ ബലിയേക്കാൾ കരുണയ്ക്കാണ് പ്രാധാന്യമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഓരോ നിയമവും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കണം, അല്ലാതെ അവരെ അടിച്ചമർത്താനാകരുത്. പഴയ നിയമങ്ങളും ഇതിന് അപവാദമല്ല. അതിനാൽ ശാബത്തോ കർത്താവിൻ്റെ ദിനമോ വിശുദ്ധമായി ആചരിക്കുന്നതിനുള്ള കൽപ്പന ആ ദിവസം ആവശ്യമായ ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കരുത്. എന്നിരുന്നാലും മൂന്നാമത്തെ കൽപ്പന, സാബത്ത് പാലിക്കുന്നതിനെക്കുറിച്ചുള്ള കൽപ്പന മറികടക്കാൻ നാം ഒരിക്കലും ഈ ഭാഗം ഒരു ഒഴികഴിവായി എടുക്കരുത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അപവാദങ്ങൾ ഉള്ളതിനാൽ അവ ദുരുപയോഗം ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ മുൻഗണന എന്താണ് എന്ന് ദൈവത്തിനറിയാം. പാരമ്പര്യങ്ങളുടെയും ചരിത്രത്തിൻ്റെയും കർത്താവാണ് യേശു എന്ന് നമുക്ക് എപ്പോഴും ഓർക്കാം. നമുക്ക് അവനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളുടെയും നാഥനാക്കാം. നാം വിചാരിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാ കാര്യങ്ങളും യേശുവിന് പ്രസാദകരമാകട്ടെ. ഞായറാഴ്ചകളിലോ സാബത്ത് ദിവസങ്ങളിലോ മാത്രമല്ല, ഏത് ദിവസവും നമ്മൾ പള്ളിയിൽ പോകുന്നതിൻ്റെ കാരണം അവനാണ്. സഭയെ ശാരീരിക ഘടന എന്ന നിലയിൽ നാം അമിതമായി അഭിനിവേശം ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയും എന്നാൽ സ്നേഹത്തിൻ്റെ അർത്ഥം മറക്കുകയും ചെയ്താൽ അത് ദൈവത്തെ ഒട്ടും പ്രസാദിപ്പിക്കുന്നില്ല. എല്ലാത്തിനുമുപരി ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പരിശുദ്ധ ത്രിത്വത്തെ നാം ആരാധിക്കണം. സ്നേഹവും വിവേകവും ഉള്ളത് ചെയ്യാൻ യേശു എപ്പോഴും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിയമം പ്രധാനമാണ്. എന്നിരുന്നാലും നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നിയമത്തെ നമ്മുടെ ദൈവമാക്കി മാറ്റാൻ സാധിക്കും. നാം ആരാധിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്ന ദൈവം അതല്ല. ശരിയാണ്, നമുക്ക് നിയമങ്ങൾ ആവശ്യമാണ്. എന്നിരുന്നാലും സ്നേഹത്തിൻ്റെ നിയമമായിരിക്കട്ടെ നമ്മെപ്പോഴും ഭരിക്കേണ്ടത്. ഇന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തിൻ്റെ നിയമം നമ്മുടെ ജീവിതത്തിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.